ഗുണ്ടായിസമായിരുന്നു, അവൻ്റേത് ശരിക്ക് റൗഡിത്തരമായിരുന്നു, അവൻ്റേത് ഗുണ്ടായിസം വിളയിക്കലായിരുന്നു. ഫറോവ അങ്ങ് കൽപ്പിച്ചു, അവരതങ്ങ് ചെയ്തു. ഫറോവയുടെ ഉത്തരവാവട്ടെ വിവേകപൂർവമായില്ല. എന്നിട്ടല്ല പറയാണ് യഖ്ദുമു ഖൗമഹു. അതാ ഞാൻ പറയുന്നത്, വേണ്ടാത്തരത്തിന് നേതൃത്വം കൊടുത്തവന്റെ ദുരവസ്ഥ കേട്ടോ. അല്ല പറയുന്നു ഇതെല്ലാവർക്കും ബാധകമാണെന്ന് മുഫസ്സിറുകൾ പറയുന്നു. വേണ്ടാത്തരത്തിന് മറ്റുള്ളവരെ തട്ടിക്കയറ്റണ്ട. യഖ്ദുമു ഖൗമഹു. നാളെ അവൻ അവന്റെ പാർട്ടിയുടെ മുമ്പിൽ നിൽക്കും. എത്ര കുടവയറന്മാർ അവരുടെ ടീമിനെയും കൊണ്ട് നരകത്തിലേക്ക് നാളെ ആനയിക്കാൻ നിൽക്കുന്നുണ്ട്. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചിന്തിക്കണം. എത്ര സ്ഥലത്താണ് വെളിച്ചം ഊതിക്കെടുക്കാൻ, ഹിദായത്തിന്റെ വെളിച്ചം ഊതിക്കെടുക്കാൻ ഒരു പ്രസ്താവനക്ക് കഴിഞ്ഞെങ്കിൽ, ഒരു പ്രഖ്യാപനത്തിന് കഴിഞ്ഞെങ്കിൽ, ഒരു തട്ടിക്കയറ്റലിന് കഴിഞ്ഞെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, വീമ്പ് പറച്ചിലുകൾക്കായെങ്കിൽ ചിന്തിച്ചോ. യഖ്ദുമു ഖൗമഹു. അവൻ അവന്റെ പാർട്ടിയുടെ മുമ്പിൽ നിന്നിട്ട് യൗമൽ ഖിയാമ, പുനരുത്ഥാന നാളില്, ഉയർത്തെഴുന്നേൽപ്പ് നാളില്, ഫഔറദഹുമുന്നാർ, അവരെ നരകത്തിലേക്ക് നയിക്കും. അവനാ മുമ്പിലുണ്ടാകുക. വരൂ മക്കളെ, പോകാ, നമ്മള് നരകത്തിലേക്ക് പോകും. എന്നിട്ട് പറയുകയാണ്, നരകത്തിലേക്ക് ആനയിക്കുന്ന ഈ പ്രമാണിയുടെ, ഈ നേതാവിന്റെ, ഈ രാഷ്ട്രീയ നേതാവിന്റെ, ഈ ഗുണ്ടാസംഘ തലവന്റെ ദുരവസ്ഥയെ കുറിച്ച് ഖുർആൻ പറയുന്നു. വബിസുൽ വിറുദുൽ മൗറൂദ്. ചെന്നെത്തുന്ന സ്ഥലങ്ങളിൽ, ചെന്നെത്തുന്നതിൽ ഏറ്റവും വൃത്തികെട്ട സ്ഥലമായി പോയത് എന്ന് പറഞ്ഞാൽ നരകം ശക്തമാണ്. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം അതും അവതരിപ്പിക്കും. ഇന്നലെ നരകത്തിന്റെ ചെറിയൊരു ചിത്രം പറഞ്ഞു. ഇൻഷാ അല്ലാഹ് കഴിയുമെങ്കിൽ പറയും. അതിലെവിടെയെങ്കിലും അവസരങ്ങളിൽ കടന്നു വരികയാണെങ്കിൽ അവിടെ പറയാം. പറഞ്ഞില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകളുടെ ആവശ്യപ്രകാരം പരലോകം ഖുർആനിൽ എന്നതൊരു ദശദിന പ്രഭാഷണം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഖുർആനിലെ പരലോകം, അതിലെന്തായാലും നമുക്കത് ചർച്ച ചെയ്യാൻ കഴിയും. ഇൻഷാ അല്ലാഹ് അടുത്ത വേദി അതാക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ചിന്തിക്കുക. ചെന്നെത്തുന്ന സ്ഥലങ്ങളിൽ എത്ര മോശപ്പെട്ട സ്ഥലത്താണ് അവർ ചെന്നെത്തുന്നത്. അവർക്ക് സുഖകരമായ അന്തരീക്ഷമല്ല. ചെന്നിറങ്ങുന്ന കടവ്, ആ ഇടം ഒട്ടും നല്ല ഇടമല്ല, വളരെ അപകടം പിടിച്ചതാണ്. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നന്മയിലേക്ക് നയിക്കുന്നവരാവണം നമ്മൾ, നന്മക്ക് നേതൃത്വം കൊടുക്കുന്നവരാവണം നമ്മൾ. ഒരു നിലക്കും നമ്മൾ തിന്മയുടെ നേതൃത്വത്തിൽ നമ്മളെ കാണാൻ പാടില്ല. ആ നേതൃസ്ഥാനത്ത് നമ്മൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. വേണ്ടാത്തരാണെന്ന് തോന്നിയാൽ ഏറ്റവും ചുരുങ്ങി നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുക. ഞാൻ ആ വണ്ടിയും വലക്കും പോകണ്ടെന്ന് കരുതിയിട്ട് തൽക്കാലം മാറി നിൽക്കുക, അതാ നല്ലത്. അല്ലെങ്കിൽ ഇതേ രൂപത്തിൽ നാളെ പാർട്ടിയെ ആനയിച്ച് നരകത്തിലേക്ക് വരേണ്ടി വരും. പാർട്ടി അകമ്പടിയോടുകൂടെ നീ വരേണ്ടി വരും, നിന്റെ അകമ്പടിയോടുകൂടെ അവർ വരേണ്ടി വരും. ഇതൊക്കെ നാളെ നടക്കാൻ പോകുന്ന മഹാദുരന്തമാണ്. അള്ളാഹു പറയാതെ പോയിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ഇതിന്റെ ഗൗരവം എത്രയാണ്. ചെറിയ കാര്യമാണോ ഈ പറയുന്നത്? ഇനി നമ്മൾ പറഞ്ഞു പള്ളിയിലേക്കുള്ള പാദമുദ്രകൾ, വആഥാറഹും എന്ന് പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട ഒരർത്ഥമാണ് പള്ളിയിലേക്കുള്ള പാദമുദ്രകൾ അധികരിപ്പിക്കണം എന്ന് പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ട ഒരു അർത്ഥതലമാണ് അതിൻ്റെ. പാദമുദ്രകൾ അധികരിപ്പിക്കണം, പള്ളിയിലേക്ക് ധാരാളമായി നടക്കണം നമ്മൾ. അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് അങ്ങനെ എഴുതും. നന്മയിലേക്കുള്ള പാദമുദ്രകൾ അധികരിപ്പിക്കാം. അതിനൊരു ഉദാഹരണം പറഞ്ഞതാണ് ഇമാം അബൂ സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ പോലെ പള്ളിയിൽ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുകയാണ്, കാനത് മനാസിലുൽ അൻസാരി മുതബാഇദതൻ മിനൽ മസ്ജിദി ഫഅറാദു അൻ യന്തഖിലു ഖുർബൽ മസ്ജിദ്. അൻസാറുകളുടെ വീട് മദീന പള്ളിയിൽ നിന്ന് കുറെ അകലെയായിരുന്നു അൻസാറുകളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ അവർക്ക് മദീനത്തെ പള്ളിയുടെ അടുത്തേക്ക് ഇങ്ങ് പോരണം എന്നൊരു ഉദ്ദേശം. അങ്ങനെ വന്നപ്പോ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ആയത്തിറക്കുന്നത് അപ്പോഴാണ്. ആ ഒരു വിഷയം മാത്രമല്ല ഇതിൽ ഉദ്ദേശിക്കപ്പെടുന്ന എല്ലാം ഉണ്ട്, പക്ഷെ ആയത്ത് ഇറങ്ങുന്നത് അപ്പോഴാണ്. ഈ ആയത്തങ്ങ് ഇറങ്ങിയപ്പോഴേക്ക് ഫഖാലു, അവര് പറഞ്ഞു, ഞങ്ങളുടെ ഓരോ പാദമുദ്രകൾക്കും കൂലി കിട്ടുമെങ്കിൽ, ഓരോ ചെരിപ്പടിക്കും കാലടികൾക്കും ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടുമെങ്കിൽ, ഇല്ല ഇല്ല, ഓരോ ജമാഅത്തിനും ദൂരെ നിന്ന് നടന്നു വരാം. നസ്ബുതു മകാനന, ഞങ്ങൾ പഴയ സ്ഥലത്ത് തന്നെ കൂടുകയാണ്, ഞങ്ങൾ വീട് മാറ്റുന്നില്ല എന്നവര് പറഞ്ഞു. പാദമുദ്രകൾ അധികരിപ്പിക്കണമെന്ന് കരുതി ബഹുമാനപ്പെട്ട സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു,
മശീതു മഅ അനസ് റളിയല്ലാഹു അൻ, ഞാൻ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നടക്കുമ്പോൾ പള്ളിക്ക് പോകുക. ഫഅസ്റഅതുൽ മശിയ, ഞാൻ കുറച്ച് ഊക്കിൽ ഇങ്ങനെ ഒരല്പ ധൃതി പിടിച്ചിട്ട് ഞാൻ അങ്ങനെ നടന്നു. ഫഅഖദ ബിയദി, ഞാൻ ധൃതി പിടിച്ച് നടന്നപ്പോൾ എന്റെ കൈ പിടിച്ചു. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പതുക്കെ മന്നാണ് നീങ്ങുന്നത്. അല്ലദീന യംശൂന അലൽ അർളി ഹൗന എന്ന സ്വഭാവം ജീവിതത്തിൽ പകർത്തി വളരെ പതുക്കെ. അപ്പോ ഞാൻ കുറച്ച് സ്പീഡ് കൂടി എന്ന് കണ്ടപ്പോ എന്റെ കൈ പിടിച്ചിട്ട് ഫമശീന റുവൈദ, എന്നെ നിയന്ത്രിച്ചു. ഫമശീന റുവൈദ, പിന്നെ ഞങ്ങൾ പതുക്കെ അങ്ങനെ നടന്നു. ഫലമ്മാ ഖളൈന സ്വലാത്ത, നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞു പോരുമ്പം ഖാല അനസുൻ, എന്റെ കൈ പിടിച്ച് എന്റെ നടത്തത്തിന്റെ വേഗത നിയന്ത്രിച്ച അനസനോട് പറയാണ്, മശീതു മഅ സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, ഞാൻ സയ്യിദ് ബിൻ സാബിത്തിന്റെ കൂടെ ഒരു ദിവസം പള്ളിയിലേക്ക് നടക്കുകയായിരുന്നു. അപ്പൊ നിങ്ങൾ ചെയ്തതുപോലെ ഞാനും ഫഅസ്റഅതുൽ മശിയ, അന്ന് ഞാനും ഒരല്പം വേഗത്തിൽ നടന്നു. അന്ന് എന്നോട് ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹു ചോദിച്ചൊരു ചോദ്യമുണ്ട്, പറഞ്ഞൊരു ചോദ്യം, യാ അനസ് അമാ ശഅർത അന്നൽ ആഥാറ തുക്തബ്, അമാ ശഅർത അന്നൽ ആഥാറ തുക്തബ്, പാദമുദ്രകൾ നിന്റെ നിക്ഷേപത്തിൽ എഴുതപ്പെടുമെന്ന് നിനക്ക് അറിയൂലേ അനസേ എന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ പതുക്കെ നടന്നു. അപ്പൊ അതിനു വേണ്ടിയാട്ടോ ഞാൻ നിന്റെ കൈ പിടിച്ചത്, കാലടിയുടെ എണ്ണം കൂടിക്കോട്ടെ എന്ന് വിചാരിച്ചു. വേഗം നടന്നാൽ കാല് നീളത്തിൽ എടുത്തു വെച്ചാൽ എണ്ണം ചുരുങ്ങുമല്ലോ. അപ്പൊ പതുക്കെ ആയാൽ കാലടികളുടെ എണ്ണം ഇങ്ങനെ കൂടി വരും. അപ്പൊ അത് നമുക്ക് ഗുണമല്ലേ എന്ന് കരുതിയിട്ടാണ് ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പറയാൻ, ഖലത്തിൽ ബിഖാഉ ഹൗലൽ മസ്ജിദ്, പള്ളിയുടെ പരിസരങ്ങളിലൊക്കെ സ്ഥലങ്ങൾ ഒഴിഞ്ഞു കിടന്നു. അവിടെ ഒന്നും വീടില്ലായിരുന്നു, വിജനായിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. ഫഅറാദ ബനൂ സലമ, അപ്പോഴാണ് ബനൂ സലമ കുടുംബത്തിന്, ആ തറവാട്ടുകാർക്കൊരു മോഹം, നമ്മുടെ വീട് മൊത്തം യംതഖിലു ഖുർബൽ മസ്ജിദ്, പള്ളിയുടെ അടുത്തേക്ക് മാറി താമസിക്കാമെന്ന് കരുതി. ഫബലഗ ദാലിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ വിവരം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിട്ടി. ഉടനെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ അവരെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഇന്നഹു ബലഗനി അന്നകും തുരീദൂന അൻ തന്തഖിലു ഖുർബൽ മസ്ജിദ്, നിങ്ങൾ പള്ളിയുടെ അടുത്തേക്ക് താമസം മാറ്റണമെന്ന വിവരം എനിക്ക് കിട്ടി. ശരിയാണു? നഅം യാ റസൂലല്ലാഹ്, നഅം ഖദ് അറദ്നാ ദാലിക യാ റസൂലല്ലാഹ്, അതെ ഞങ്ങളങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ട് നബിയേ. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, യാ ബനീ സലമ, ഓ ബനൂ സലമ കുടുംബമേ, ദിയാറക്കും തുക്തബ് ആഥാറുക്കും, ദിയാറക്കും തുക്തബ് ആഥാറുക്കും, നിങ്ങളെ വീടൊക്കെ നിൽക്കുന്നിടത്ത് അവിടെ നിർന്നോട്ടെ, അവിടെ തന്നെ വീടുകൾ വെച്ചോ. കാരണം തുക്തബ് ആഥാറുക്കും, നിങ്ങളുടെ പാദമുദ്രകൾ ധാരാളം എഴുതപ്പെടുമല്ലോ. അവിടുന്ന് ഇങ്ങോട്ട് പള്ളിയിലേക്ക് വരുമ്പോ നിങ്ങൾക്ക് എത്രയാണ് പ്രതിഫലം കിട്ടുക? ഒരു ഹദീസിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ബശ്ശിറുൽ മശാഈന ഫിദ്ദുലമീലൽ മസാജിദ് ബിന്നൂരി താമി യൗമൽ ഖിയാമ, ബശ്ശിറുൽ മശാഈന ഇലൽ മസാജിദ് ഫിദ്ദുലമീലൽ മസാജിദ്, കൂരിരുട്ടിൽ പള്ളിയിലേക്ക് നടന്നു പോകുന്ന മനുഷ്യന്മാർക്ക് നിങ്ങൾ സുവിശേഷം അറിയിക്കണം നബിയേ. ബശ്ശിറു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് തന്റെ കൂട്ടുകാരോട്, നിങ്ങൾ സുവിശേഷം അറിയിക്കണം. അൽ മശാഈന ഫിദ്ദുലം, കൂരിരുട്ടിൽ നടന്നു പോകുന്നവർക്ക്, ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക് നടന്നു പോകുന്നവർക്ക്, ബിന്നൂരി താമി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളില് ഒരു അല്പം വെളിച്ചമില്ലാതെ, ഒരല്പം വെളിച്ചമില്ലാതെ, ലൈറ്റില്ലാതെ പ്രയാസപ്പെടുന്ന സിറാത്ത് പാലത്തിന്മേൽ ശക്തമായ അന്ധകാരമാണ്. പ്രകാശമില്ലാതെ, വെളിച്ചമില്ലാതെ വിഷമിക്കുന്ന സമയത്ത് അള്ളാഹു അവർക്ക് സമ്പൂർണമായ വെളിച്ചം നൽകും, അള്ളാഹു അവർക്ക് കൊടുക്കും എന്ന് നിങ്ങൾ പള്ളിയിലേക്ക് ഇരുട്ടും തപ്പി പോകുന്നവരോട് പറയണം. ഞാൻ ചോദിക്കട്ടെ, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, പഴയ കാലത്ത് അതാ സുബഹിക്ക് ബാങ്ക് കൊടുക്കുമ്പോഴേക്ക് നമ്മുടെയൊക്കെ റോഡുകളിലൂടെ, വഴികളിലൂടെയൊക്കെ പഴയ കാരണവന്മാര് പള്ളിയിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്ന ചിത്രം നമുക്ക് കാണാമായിരുന്നു. ഇരുട്ടും തപ്പിപ്പോകുന്ന രംഗം കാണാമായിരുന്നു. മഗ്രിബിന് പള്ളിയിൽ വന്ന് ഇശാ നിസ്കരിച്ച് ഹദ്ദാദ് റാത്തീബും കഴിഞ്ഞിട്ട് ഒരു മെഴുകുതിരിവട്ടത്തിൽ അവരിങ്ങനെ വീട്ടിലേക്ക് കടന്നു വരുന്ന രംഗം. അല്ലെങ്കിൽ അവര് പഴയ ആളുകൾ പറയുന്നത് പോലെ രാക്കണ്ണ്
രാത്രി കാണുന്ന ആ കാഴ്ചയുടെ പേരിൽ ഇരുട്ടും തപ്പിയിട്ട് ഇങ്ങനെ രാക്കണ്ട് നോക്കിയിട്ട് പതുക്കെ ഇങ്ങനെ നടന്നു വന്നിരുന്ന ആ ഉപ്പമാരെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എത്ര അഹമ്മദ് കാക്കമാര്, എത്ര അബൂബക്കർ കാക്കമാര്, അവർക്കൊക്കെ നാളെ അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോ അവിടെ വെച്ച് വളരെ സുന്ദരമായ രൂപത്തിൽ പൂർണ്ണമായ വെളിച്ചവുമായി സഞ്ചരിക്കാനാവും, നമുക്കുണ്ടാവൂല. ആ സമയത്ത് നമ്മളിങ്ങനെ വിളിക്കാണ്, ഉന്ദുറൂനാ നഖ്തബിസ് മിൻ നൂരിക്കും, ഉന്ദുറൂനാ നഖ്തബിസ് മിൻ നൂരിക്കും. ആ ആയത്തുകളൊക്കെ ഇവിടെ ചർച്ച ചെയ്യും. സിറാത്ത് പാലം കടന്നു പോകുമ്പോ ശക്തമായ അന്ധകാരമാണ്, ഒരടി അങ്ങ് പെടുത്താ നരകത്തിൽ വീണത് തന്നെ. അങ്ങനെ നല്ല ലൈറ്റും തെളിയിച്ച് ഇങ്ങനെ കടന്നു പോകുന്ന ആളുകളുടെ പിന്നാലെ ഒരു ലൈറ്റ് പോലും ഇല്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. വളരെ ചെറിയ ഒരു അമലു സാലിഹാത്തിൽ ചെറിയ ഒരു മുൻഗണന കിട്ടിയതിന്റെ പേരില് അള്ളാഹുവിന്റെ റസൂല് പറയാണ്, അവിടെ കിട്ടുന്ന ലൈറ്റിൽ ഏറ്റവും ചെറിയ ലൈറ്റ് ഈ ചെറുവിരലിൽ അള്ളാഹു നൽകുന്ന മിന്നി കത്തിക്കെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രകാശമാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, ഈ വിരലിൽ ഒരു ബൾബ് തിളങ്ങുകയാണ്, അത് എപ്പോഴും കത്തൂല, അതിങ്ങനെ കത്തും, കുറച്ചു കഴിഞ്ഞാൽ ആ കെടും. കണ്ടിട്ടില്ലേ നിങ്ങൾ? സ്റ്റേജുകളിലൊക്കെ അലങ്കാര ബൾബുകൾ ഇതേ രൂപത്തിൽ ഉണ്ടാവാറുണ്ട്. മിന്നി കത്തിക്കൊണ്ടിരിക്കുന്ന ബൾബുകൾ, കെടുകയും കത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന കെട്ട് കത്തുന്ന ബൾബുകൾ, അതേ രൂപത്തിലൊരു ബൾബുണ്ടാകും. അത് കത്തുമ്പോൾ ഒരടി അവൻ നടക്കും, പിന്നെ അടുത്തതിന് കാത്തു നിൽക്കുകയാണ്. അടുത്ത കത്തലിൽ ഒരനക്കവും കൂടെ കാലുവെക്കും. ഒരു ഹദീസിൽ കാണാം, അങ്ങനെ പതുക്കെ 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 സുബ്ഹാനല്ലാഹ് വർഷങ്ങളോളം താണ്ടണം. അവസാനം അവൻ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് എത്തിപ്പോകും. കഷ്ടിച്ച് തലനാരിഴക്ക് രക്ഷപ്പെട്ടു എന്ന് പറയുന്നവരുണ്ട്. അല്ലാഹുവേ, ആ കൂട്ടത്തിലെങ്കിലും ഞങ്ങളെ നീ പെടുത്തി തരണേ അല്ലാ, ഞങ്ങളെ നീ പെടുത്തി തരണേ അല്ലാ, ഞങ്ങളെ നീ ഖായിബാക്കല്ല അല്ലാ. ഈ ദിവസങ്ങൾ അത്രയും ഈ സദസ്സിൽ വന്നിരുന്നവർ നിന്റെ ശക്തമായ താക്കീതുകളും മോഹിപ്പിക്കുന്ന സുവിശേഷങ്ങളും ഒക്കെ കേട്ട് അതൊക്കെ ഈമാൻ ഉറപ്പിച്ചിരിക്കുന്ന ഞങ്ങളെ നീ ഖായിബാക്കല്ല അല്ലാ. ഞങ്ങളെ വേദിയിൽ ഹാജിമാരുണ്ട്. ഹാജിമാർ ഈ സമയത്ത് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ളവരാണ്. ആമീൻ ഒരു വലിയ പ്രാർത്ഥനയാണ്. അല്ലാ, ഈ സദസ്സിലേക്ക് നീ നിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ കാലാവസ്ഥ അനുകൂലമാക്കി തന്നു, ഞങ്ങൾ ഭയത്തിലായിരുന്നു. അല്ലാഹുവേ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തി തന്നിട്ടുണ്ട്. റബ്ബേ, നിന്റെ ഇനായത്ത് എന്നും നിന്റെ പരിഗണന ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ, നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞാൻ ചോദിക്കട്ടെ, ആ പഴയ ഉപ്പമാരെ ഓർക്കുമ്പോൾ ഇന്ന് നമുക്കെവിടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ പ്രതിഫലത്തിന് സാധ്യത എവിടെ? നോക്ക് നിങ്ങൾ, ഇന്നുണ്ട് സുബൈ ആയാല് റോട്ടുമ്പോഴും ഇങ്ങനെ ഓടിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോഴും ഉണ്ട് സുബൈക്ക് ഓട്ടം. സുബൈയായ ഓടും, പള്ളിക്കല്ലാന്ന് മാത്രം. ആ ഓട്ടം പള്ളിക്കാക്കുകയാണെങ്കിൽ എത്ര ഗുണം ചെയ്യും നിങ്ങളൊന്ന് ആലോചിച്ചു. ആ ഓടുന്ന ഓട്ടം പള്ളിക്കായാൽ മതി. പെണ്ണുങ്ങളടക്കം ഓടുക, എങ്ങനെ ഓടാതിരിക്കുക? ഇൻഷാ അല്ലാഹ് ഏതോ ഒരു ആയത്ത് സൂറത്ത് യാസീനിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. എൻസിരൂൻ എന്നതിന്റെ ആ അർത്ഥം വിവരിക്കുമ്പോൾ നസ്രി എന്ന് പറഞ്ഞ സ്പീഡിൽ ഓടുക എന്നാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് വന്നിട്ട് സഹാബത്ത് ഇങ്ങനെ പറയാണ്, ഞങ്ങൾ പറഞ്ഞു, നബിയെ, ഞങ്ങൾക്ക് ശരീരത്തിനൊന്നും വേണ്ടത്ര ആവതില്ല, ആരോഗ്യ പ്രശ്നങ്ങൾ പലതരത്തിലുള്ളത്. ഫഖാല, അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അലൈക്കും ബിന്നസ്ൽ, അലൈക്കും ബിന്നസ്ൽ, നിങ്ങൾ നന്നായി നടന്നാ മതി. കണ്ടോ, കുറച്ചൊന്ന് വിയർപ്പ് പൊട്ടിച്ച് നിങ്ങൾ നടക്കണം എന്ന് അള്ളാഹുവിന്റെ റസൂല് പറയാണ്. ഇന്ന് എല്ലാവരും റോട്ടിലിറങ്ങി ഓടുകയാണ്. ഇതിന് അള്ളാഹുവിന്റെ റസൂല് കാലങ്ങൾക്ക് മുമ്പ് ഓർഡർ ഇട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പറയുമ്പോൾ ഞാൻ പറയാം. വിയർപ്പ് പൊട്ടിച്ചോടിയാൽ, കുറച്ച് സ്പീഡിൽ നിങ്ങൾ നടക്കുകയാണെങ്കിൽ, തടി ഇളകി നടന്നാൽ അത് നിങ്ങളുടെ ദൗർബല്യം കുറക്കും. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടെ എത്തുമ്പോൾ ആ ഹദീസൊക്കെ നമുക്ക് ഉദ്ധരിക്കാം. ഞാൻ പറഞ്ഞു വന്നത്, ഇന്നും ഓടുന്നുണ്ട് മനുഷ്യന്മാർ. പക്ഷെ ആ ഓട്ടം പള്ളിക്കാണ്ട് ഓടി അവിടുന്ന് തിരിച്ചോടുകയാണെങ്കിൽ രണ്ട് കാര്യമായി. ആരോഗ്യത്തിനും കാര്യമാണ്, പരലോകത്തേക്കും കാര്യമാണ്. വെറുതെ കിട്ടുകയാണ്. ഈ ആധാറുകൾ നമ്മൾ എന്തിനു നഷ്ടപ്പെടുത്തണം? ഇല്ല, നമ്മൾ ബോധമില്ലാതെ പെട്ടുപോയി. അബദ്ധങ്ങൾക്ക് വേണ്ടി മാത്രം, തിന്മകൾക്ക് വേണ്ടി മാത്രം നമ്മൾ എല്ലാ നിലക്കും സജീവമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്ന, ആദ്യം പറഞ്ഞതാണ് വളരെ പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞാൽ, ഒരു തിന്മക്കും നിങ്ങൾ നേതൃത്വം കൊടുക്കരുത്. നന്മക്കൊക്കെ നേതൃത്വം കൊടുക്കണം. കാരണം നമുക്ക് അനന്തര ഫലങ്ങൾ കിട്ടട്ടെ. ഒരു സുന്നത്ത്, നേരത്തെ ഇല്ലാത്ത ഒരു സുന്നത്ത് റസൂലുള്ളാഹി തങ്ങളുടെ സദസ്സിൽ ഉണ്ടാക്കിയ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, അത് പറയാം ഞാൻ. എന്നിട്ട് നമുക്ക്
ഇൻഷാ അല്ലാഹ് പ്രഭാഷണം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ബഹുമാനപ്പെട്ട ജരീർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്നാ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ സ്വദിരിൻ നഹാർ.